നമസ്കാരം. ഏതൊരു വീട്ടിലെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് അടുക്കള. അടുക്കളയുമായി ബന്ധപ്പെട്ട് നാം പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ ആരോഗ്യവുമായും അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ദേവത സാന്നിധ്യമുള്ള ഇടം എന്ന പ്രത്യേകതയും അടുക്കളയ്ക്കുണ്ട്. അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് ആരോഗ്യപരമായി മാത്രമല്ല, ആ വീട്ടിലെ ഈശ്വരാധീനം തന്നെ നഷ്ടമാകുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ്. നിങ്ങളുടെ വീടുകളിലെ അടുക്കളയിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ആ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരാവുന്നതാണ്. ഈശ്വരാധീനം കുറയും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുകയും അത്തരം കാര്യങ്ങൾ പിന്നീട് ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തേതായ കാര്യം, അടുക്കളയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരിക്കലും അടുക്കളയിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കരുത് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ മരുന്നാണ്. മരുന്ന് ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. കൂടാതെ ബില്ല് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായ പേപ്പറുകൾ, പഴയ കലണ്ടറുകൾ, ഇവ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ, അടുക്കളയിൽ ഇട്ടിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യം ഓർക്കണം. പ്രധാനമായും ആ വീടുകളിലെ നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. നിങ്ങളുടെ വീടുകളിൽ സ്റ്റൗവ് അല്ലെങ്കിൽ അടുപ്പുണ്ട് എങ്കിൽ ഈ അടുപ്പിനോട് ചേർന്ന് ഒരിക്കലും വെള്ളം നിങ്ങൾ സൂക്ഷിക്കരുത് എന്നാണ് പറയുക. ഇപ്രകാരം സൂക്ഷിക്കുന്നത് ദോഷകരമായി തീരും. രണ്ടും വിപരീത ശക്തി ആയതിനാൽ തന്നെ അടുത്ത് സൂക്ഷിക്കുന്നത് ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ്. പകരം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം അതിൽ നടുക്കായി ഒരു മറ വരിക എന്നുള്ളതാണ്. നടുക്ക് മറ്റൊരു കാര്യമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കില്ല എന്നുള്ളതാണ്. അല്ലാതെ അടുപ്പിച്ച് വയ്ക്കുവാൻ പാടുള്ളതല്ല. ചിലർ വീടിന്റെ ഉള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നവർ തന്നെയാണ്. നിങ്ങളും അത്തരത്തിൽ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും ചെരുപ്പ് അടുക്കളയിൽ നിങ്ങൾ സൂക്ഷിക്കരുത് എന്നുള്ളതാണ്. അടുക്കളയിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. പ്രധാനമായും ആ വീടുകളിലേക്ക് വന്ന് ചേരേണ്ടതായ അല്ലെങ്കിൽ നിലകൊള്ളേണ്ടതായ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നഷ്ടമാവുക എന്നുള്ളതാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീട്ടിൽ ആവശ്യമില്ലാത്ത പല വസ്തുക്കളും ഉണ്ടാകാം. ഒഴിവാക്കേണ്ട വസ്തുക്കൾ തന്നെയായിരിക്കാം അവ. എന്നാൽ ചിലർ അത് മറന്നു പോകുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന് ചിന്തിച്ച് അത് അടുക്കളയിൽ തന്നെ സൂക്ഷിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇത്തരത്തിൽ അടുക്കളയിൽ അല്ലെങ്കിൽ ആ വീടുകളിൽ ഇപ്രകാരം സൂക്ഷിക്കുന്നത് ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും പോസിറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തന്നെ നഷ്ടമാകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതായ ഇടങ്ങളിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഓർക്കണം. അവിടെ അലക്ഷ്മി അഥവാ മൂദേവി സാന്നിധ്യമാണ് ഉണ്ടാവുക. അതിനാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ചില വീടുകളിൽ പൊട്ടിയ പാത്രങ്ങൾ ഉണ്ടായി എന്ന് വരാം. വക്ക് പൊട്ടിയ പാത്രങ്ങളോ അത്തരത്തിൽ നിസാരമായ കേടുപാടുകൾ സംഭവിച്ചതായ പാത്രങ്ങൾ പോലുമാകാം. എന്നാൽ പലരും ഇത്തരം പാത്രങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതുമാണ്. എന്നാൽ ഒരിക്കലും ഇപ്രകാരം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഗരുഡപുരാണ പ്രകാരം നോക്കുന്നതായ അവസരത്തിൽ
പൊട്ടിയ പാത്രത്തിൽ നിങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരം അല്ലെങ്കിൽ ഏതൊരു കാര്യമാണ് എങ്കിലും അത് നെഗറ്റീവായ ശക്തികൾക്ക് അവകാശപ്പെട്ടതായ ആഹാരമാണ് എന്നാണ് പറയുക. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. പകരം ചെയ്യേണ്ടത് ആ പാത്രം മാറ്റി വാങ്ങുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അടുക്കളയിൽ പലപ്പോഴും വേസ്റ്റ് വരുന്നതാണ്. എന്നാൽ ഒരിക്കലും നിങ്ങൾ അത് തുറന്നു വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടച്ചു വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. വേസ്റ്റ് ഒരിക്കലും അടുക്കളയിൽ കൂട്ടി വയ്ക്കാനും പാടുള്ളതല്ല. അതാത് ദിവസം തന്നെ അത്തരം കാര്യങ്ങൾ അടുക്കളയിൽ നിന്നും ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ദേവതാ സാന്നിധ്യമുള്ള ഇടമായതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ആ ഈശ്വരാധീനമാണ് നിങ്ങൾക്ക് നഷ്ടമാവുക. ഒരു വീട്ടിൽ നിന്നും ഈശ്വരാധീനം പടിയിറങ്ങുന്നതിലൂടെ, മഹാലക്ഷ്മി ചൈതന്യം പടിയിറങ്ങുന്നതിലൂടെ ആ വീടുകളിൽ ദാരിദ്ര്യവും മനോദുഃഖങ്ങളും വിഷമതകളും വർദ്ധിക്കും എന്ന കാര്യം ഏവർക്കും അറിയാം. അതിനാൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും അടുക്കളയിലെ പാത്രങ്ങൾ അല്ലെങ്കിൽ അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിത്യവും ഉപയോഗിക്കാത്തതായ പല കാര്യങ്ങളിലും പൊടി പിടിച്ച് ഇരിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ്. അത് ശുഭകരമാകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇല്ല എങ്കിലും അവ വൃത്തിയായി തന്നെ എപ്പോഴും സൂക്ഷിക്കണം എന്നുള്ളതാണ്. മാറാല പലപ്പോഴും അടുക്കളയിൽ വരുന്നതാണ്. ഇപ്രകാരം നിങ്ങളുടെ വീടിന്റെ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ മാറാല വരുന്നു എങ്കിൽ അത് ഒഴിവാക്കിയിട്ടും വീണ്ടും വീണ്ടും വരുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അവിടെ മൂദേവി സാന്നിധ്യം വന്ന് ഭവിച്ചിരിക്കുന്നു, മൂദേവിയുടെ സാന്നിധ്യമാണ് ഉള്ളത് എന്നും മഹാലക്ഷ്മി പടിയിറങ്ങി എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ആരോഗ്യം പോലും ക്ഷയിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അതിനാൽ തീർച്ചയായും വീടും പരിസരവും ശുദ്ധിയാക്കുകയും നിത്യവും അമ്മയെ ആരാധിക്കുന്നതും ഇഷ്ടദേവതയെ ഭജിക്കുകയും ചെയ്യുന്നതിലൂടെ ആ വീടുകളിലേക്ക് വീണ്ടും മഹാലക്ഷ്മി സാന്നിധ്യം വന്ന് ചേരുന്നതാണ്. പിതൃക്കളുടെ ചിത്രങ്ങൾ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി തീരാവുന്നതുമാണ്. അതിനാൽ അടുക്കളയിൽ ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവ മാറ്റി സ്ഥാപിക്കുന്നതാണ് ഉത്തമം. അരിപ്പാത്രം മഹാലക്ഷ്മി ദേവിയുമായി അഥവാ അരി മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ്. അരി അതിനാൽ പൊടി പിടിച്ച് പാത്രത്തിൽ ഇരിക്കുന്നത് ശുഭകരമാകില്ല. അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്തതായ പാത്രത്തിൽ ഇരിക്കുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ്. അതിനാൽ വൃത്തിയുള്ള പാത്രത്തിൽ എപ്പോഴും വൃത്തിയോടെ പരിപാലിച്ച് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അരി, ഉപ്പ്, മഞ്ഞൾ, കടുക് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും അടുക്കളയിൽ തീരുന്നതിന് മുൻപ്, അതായത് പകുതിയിൽ താഴുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ തീർച്ചയായും വാങ്ങി സൂക്ഷിക്കണം എന്നാണ് പറയുക. അതിനാൽ ഈ ഒരു കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അടുക്കള നിത്യവും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതും ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ അത് ആ വീടുകൾക്ക് തന്നെ ഐശ്വര്യത്തിന് കോട്ടം സംഭവിക്കും എന്നുള്ളതാണ്. വീടുകളിൽ തീർച്ചയായും പാത്രങ്ങൾ ഉണ്ടാകുന്നതാണ്, എച്ചിൽ പാത്രങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ പാത്രങ്ങൾ നിങ്ങൾ അടുക്കളയിൽ ഒരിക്കലും സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് അതാത് ദിവസത്തെ പാത്രങ്ങൾ അന്നേ ദിവസം തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ദിവസത്തേക്ക് അവ മാറ്റരുത് എന്നുള്ളതാണ്. അതിനാൽ അന്നേ ദിവസം കിടക്കുന്നതിന് മുൻപ് തന്നെ എച്ചിൽ പാത്രങ്ങൾ കഴുകുകയും അടുക്കള തുടച്ചതിന് ശേഷം ഉറങ്ങുന്നതാണ് ഉത്തമം. കൂടാതെ അടുക്കളയിൽ പ്രവേശിക്കുന്നതായ അവസരത്തിൽ കുളിച്ച് ശുദ്ധിയോടെ പ്രവേശിക്കുന്നത് ഏറ്റവും ശുഭമാണ്. ഇനി അഥവാ ജോലി സാഹചര്യത്താൽ, ജീവിത സാഹചര്യത്താൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ കൈയും കാലും മുഖവും കഴുകി നിങ്ങൾക്ക് അടുക്കളയിൽ പ്രവേശിക്കാവുന്നതുമാണ്. അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വീടുകളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുടെ വീടുകളിൽ തീർച്ചയായും
മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കടാക്ഷം വിളങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല.